മുഖ്യമന്ത്രി വി ഡി സതീശൻ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചതിനെ താൻ വിമർശിച്ചു എന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. താൻ നടത്താത്ത പരാമർശത്തെ അടിസ്ഥാനമാക്കി എന്തിന് മറുപടി പറഞ്ഞെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മാതൃഭൂമി പത്രത്തിന്റേത് അധമവും അശ്ലീലവുമായ മാധ്യമ പ്രവർത്തനമാണെന്നും MA ബേബി പറഞ്ഞു. CPIM ജനറൽ സെക്രട്ടറിയും മൂകാംബിക ക്ഷേത്രത്തിൽ കേരള മുഖ്യമന്ത്രി പോയി എന്നതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞൊരു കൃത്രിമ വാർത്ത, ഒരു അശ്ലീല വാർത്ത അത് സംഘടിപ്പിക്കുന്നത് CPIMനും ഇടതുപക്ഷത്തിനുമെതിരായി വ്യാജ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലുള്ള ദുഃഖം, സങ്കടം ഞാൻ അറിയിക്കുകയാണ്. വസ്തുത എന്താണെന്നുള്ളത് നിങ്ങളിലൂടെ ആളുകൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശ്രീ ശ്രേയംസ് കുമാറിനെ ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ മാനേജിംഗ് എഡിറ്ററെ ആ പത്രത്തിലാണ് ഇത് വന്നത്. ഒരു സാധാരണ മാധ്യമ ധർമ്മമാണ് ഒരാളെക്കുറിച്ച് ആരെക്കുറിച്ചും വിമർശനം പ്രസിദ്ധീകരിക്കാം. പക്ഷെ ഇതുപോലുള്ളൊരു വിഷയമാകുമ്പോൾ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരാണല്ലോ. ഈ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു? ലിജോ വർഗീസ് വിവരങ്ങളുമായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ലിജോ, എന്തായാലും വലിയ വിമർശനമാണ് മാതൃഭൂമിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയും MA ബേബി ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ അദ്ദേഹം മൂകാംബിക ക്ഷേത്രം ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് കഴിഞ്ഞ 37-38 വർഷമായി സ്ഥിരമായി മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അതിനുള്ള അവകാശം എനിക്കില്ലേ എന്നുള്ള വൈകാരികമായിട്ടുള്ള തരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു ഇന്നലെ വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത, അതിലൊരു കോളം വാർത്തയായിട്ടാണ് ഇക്കാര്യം വന്നത്. അതിൽ CPIMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി ആണ് ഇത്തരത്തിൽ മൂകാംബിക ദർശനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി പോയതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചതെന്നുള്ള വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വരുന്നു. ഇതിനെതിരെയാണ് ഇന്നിപ്പോൾ MA ബേബി പ്രതികരണവുമായി രംഗത്ത് വന്നത്. മാധ്യമധർമ്മം ഒന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റിക്കെങ്കിലും തന്നെ വിളിച്ച് ചോദിച്ചതിന് ശേഷം വേണമായിരുന്നു അത്തരത്തിലൊരു പ്രസ്താവന പത്രത്തിൽ ഉൾപ്പെടുത്താൻ. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പ്രസ്താവനയോ പ്രതികരണമോ താൻ നടത്തിയിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ മറ്റു മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒരു പ്രതികരണം താൻ നടത്തിയിട്ടില്ല. മൂകാംബിക ക്ഷേത്രവുമായി എന്ന പേരോ അല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷേത്രത്തിന്റെ പേരോ അത്തരത്തിലൊരു പരാമർശമോ താൻ നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ MA ബേബി ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാതൃഭൂമിയുടെ പത്രത്തിന്റെ ഏറ്റവും മുതിർന്ന ആളുകളെ തന്നെ MV ശ്രേയംസ് കുമാർ അടക്കമുള്ള ആളുകളെ ഈ വിഷയം ധരിപ്പിക്കുകയും തന്റെ അമർഷവും വിമർശനവും ഉന്നയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. മാതൃഭൂമിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ് MA ബേബി.